എന്താ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് തന്നെ. നമ്മൾ ഇന്ന് ഉണ്ടാക്കിയത് ഒരു സൈക്കിളാണ്. നമ്മൾ അത് ന്യൂസ് പേപ്പർ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സൈക്കിൾ ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടാലോ? ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെയാണ് ന്യൂസ് പേപ്പർ വെച്ചിട്ട് സൈക്കിൾ ഉണ്ടാക്കിയതെന്ന് കണ്ടു നോക്കാം. വീഡിയോയിലേക്ക് പോകാം. സൈക്കിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് ചുരുട്ടിയെടുക്കാം. കുറച്ചെണ്ണം ഇങ്ങനെ ചുരുട്ടിയെടുക്കണം. ഒരു 5-6 നമുക്കൊരു ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചുരുട്ടിയെടുക്കുക. ഇനി നമ്മൾ ഒരു 15 സെൻറ്റിമീറ്റർ നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. 3 ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. 3 വേണം 15 സെൻറ്റിമീറ്റർ നീളത്തിൽ. ഇനി ഒരു 10 സെൻറ്റിമീറ്റർ നീളത്തിൽ 2 പേപ്പർ പീസ് കൂടി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. 2 വേണം നമുക്കത് 10 സെൻറ്റിമീറ്റർ നീളത്തിൽ. ഇനി ഒരു 7 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു ചെറിയൊരു പീസ് കൂടി കട്ട് ചെയ്തെടുക്കുക. ഒരു ഓൾ ഔട്ടിൻ്റെ കവർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള ഏത് കവർ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി അതിൻ്റെ നടുവിൽ നിന്ന് മുറിച്ചെടുക്കുക. അതിനെ ഞാൻ ഒരു വൈറ്റ് പേപ്പർ കൊണ്ട് ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ആക്കിയെടുത്തു. ഇനി അതിന് ഞാൻ യെല്ലോ കളർ അടിച്ചു കൊടുക്കും. സൈക്കിളിന് വീൽസ് വെക്കാൻ വേണ്ടിയിട്ട് കാർഡ്ബോർഡിൽ ഈ ഒരു ഷേപ്പിൽ 3 മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെല്ലാം കൂടി ഞാൻ റെഡ് കളർ അടിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഇതുപോലെ എല്ലാത്തിനും ഞാൻ റെഡ് കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. വൈറ്റ് പേപ്പറിൽ ചെറുതായിട്ട് ഇങ്ങനെ ചുരുട്ടിയെടുക്കുക. ഇങ്ങനെ കുറച്ചെണ്ണം വേണം നമുക്ക്. അത് നമ്മുടെ സൈക്കിളിൻ്റെ വീൽസിൻ്റെ നടുവിൽ വെച്ച് കൊടുക്കാനാണ്. ഇനി നമുക്കത് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി എടുത്തിട്ട് നമ്മുടെ സൈക്കിളിൻ്റെ വീൽസിന് നടുവിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ അടിപൊളി വീല് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ 3 വീൽസും അങ്ങനെയാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ നേരത്തെ എടുത്ത കവറിൻ്റെ താഴെ ഇതുപോലെ ഒരു പേപ്പർ പീസ് ഒട്ടിച്ചെടുക്കുക. ഇനി 2 സൈഡിലും നമുക്ക് വീൽസ് ഒട്ടിച്ചു കൊടുക്കാം. 2 സൈഡിലായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. 3ാമത്തെ വീലിൻ്റെ നടുക്ക് നമുക്ക് 15 സെൻറ്റിമീറ്റർ നീളമുള്ള പേപ്പർ പീസ് ഒട്ടിച്ചു കൊടുക്കാം. ഫെവിക്കോൾ ആയതുകൊണ്ട് തന്നെ ഒട്ടാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമ്മൾ ഫെവിക്കോൾ ആക്കുക, എന്നിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്കത് നമ്മുടെ കവറിൻ്റെ താഴെ ഈ ഒരു ഭാഗത്തായിട്ട് ഫെവിക്കോൾ ആക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ പ്രസ് ചെയ്ത് പിടിക്കണം, എന്നാലേ ഫെവിക്കോൾ ആയതുകൊണ്ട് ഒട്ടുകയുള്ളൂ. സൈക്കിൾ ഇതാ ഇങ്ങനെയായി. ഇനി 10 സെൻറ്റിമീറ്റർ നീളമുള്ള പേപ്പർ പീസ് അതിന് മുകളിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. നമ്മൾ ഗമ്മാക്കുക, എന്നിട്ട് ഒട്ടിച്ചു കൊടുക്കുക. നമ്മുടെ സൈക്കിളിൻ്റെ ഹാഫ് വർക്ക് തീർന്നിരിക്കുകയാണ്. ഇതുപോലെയൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി 15 സെൻറ്റിമീറ്റർ നീളമുള്ള നമ്മുടെ 3ാമത്തെ പീസ് അതിൻ്റെ നടുവിൽ ഇങ്ങനെ ക്രോസ് ആയിട്ട് വെച്ച് കൊടുക്കുക. ഗമ്മാക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇതൊക്കെ ഒട്ടാൻ കുറച്ച് ടൈം എടുക്കും, എന്നാലും നല്ല വൃത്തി തന്നെ ഒട്ടിക്കോളും. ഇനി 7 സെൻറ്റിമീറ്റർ നീളമുള്ള പീസ് ഇവിടെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ സൈക്കിള് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് നമ്മൾ. ഇനി അതിൻ്റെ കവറിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കുറേ ന്യൂസ് പേപ്പറിൻ്റെ പീസുകൾ ഇതുപോലെ വാരിയിടുന്നുണ്ട്. അതിന് നിറച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉള്ളനൂല് ഞാൻ എടുത്തിട്ടുണ്ട്, ഡിഫറെൻറ്റ് കളറായിട്ടുള്ളത്. അത് നമ്മൾ ഇതുപോലെ ചുറ്റിയെടുക്കുക. ഇങ്ങനെ കെട്ടിക്കൊടുത്ത് അതിൻ്റെ അരികൊക്കെ നന്നായി മുറിച്ച് കൊടുക്കുക. ഇത് നമുക്ക് ആ ബാസ്ക്കറ്റിനുള്ളിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ 3-4 കളർ ഞാനിങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ബാസ്ക്കറ്റിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാസ്ക്കറ്റ് ഫുള്ള് നിറച്ച് വെച്ചു നമ്മൾ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബാസ്ക്കറ്റിൻ്റെ നടുവിൽ ഒരു മിറർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്.
കുറച്ച് ബീഡ്സും സ്റ്റോൺസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് സൈക്കിളിൻ്റെ വീൽസിനും ആ പേപ്പറിൻ്റെ പീസിനും അവിടെയൊക്കെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. പ്ലെയിനായിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് പ്ലെയിനായിട്ട് മതി. ഫുൾ കളർ ചെയ്തിട്ട് അതുപോലെ തന്നെ വെച്ചാൽ മതി. ഇതുപോലെ ബീഡ്സ് ഒന്നും വെക്കേണ്ട ഒരാവശ്യമില്ല. എന്തായാലും ഞാനിതിന് കുറച്ച് സ്റ്റോൺസൊക്കെ വീലിന് ചുറ്റും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. 3 വീലിന് ചുറ്റും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ബീഡ്സും ഓൾറെഡി ഒട്ടിച്ചിരിക്കുകയാണ്. സ്റ്റോൺസൊക്കെ ഇതുപോലെ വെച്ച് വരുമ്പോൾ നമ്മുടെ സൈക്കിൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. നല്ലൊരു തിളക്കം ഉണ്ടാവും നമ്മുടെ സൈക്കിളിൽ കാണാൻ വേണ്ടിയിട്ട്. ഇതാ നമ്മുടെ അടിപൊളി ന്യൂസ് പേപ്പർ സൈക്കിൾ റെഡി ആയിരിക്കാണ്. കണ്ടില്ലേ കാശനാഥ, ഇത് എങ്ങനെയുണ്ട്? അപ്പൊ ഇതാ ഞാൻ വേറൊരു സൈക്കിൾ കൂടി ഇതുപോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ന്യൂസ് പേപ്പറിൽ കളർ അടിക്കുന്നതിന് പകരം മുള്ളനൂല് ചുറ്റുമാണ് ചെയ്തത്. ഫുള്ളായിട്ട് മുള്ളനൂല് ചുറ്റിയിട്ട് ഇതേപോലെ തന്നെ ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ ഇതാ 2 സൈക്കിളും വളരെ ഭംഗിയായിട്ട് റെഡി ആയിരിക്കുകയാണ്. അപ്പൊ ന്യൂസ് പേപ്പർ വെച്ചിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു അടിപൊളി സൈക്കിളാണിത്. നിങ്ങളും ഇത് വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കൂ. ഇത് നിങ്ങൾക്ക് ഷോക്കേസിലൊക്കെ വെക്കാവുന്നതാണ്. ഇതുപോലുള്ള സിമ്പിളായ കുറെ ഐഡിയകളുമായി നമ്മൾ ഇനിയും വരുന്നതാണ്. ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ബൈ.